ഇന്ത്യൻ ജനത ഒരു കാലത്ത് പ്രബുദ്ധരായ ഒരു കൂട്ടമായിരുന്നു. പിന്നീട് അവരിൽ കുറേ ആൾക്കാർ ഭീരുക്കളായിട്ട് മാറി. അതെങ്ങനെ സംഭവിച്ചു? ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. നമ്മൾ അന്തസ്സായി കഴിഞ്ഞിരുന്ന ഈ സമൂഹത്തിലേക്ക്, ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് ജൈനമതവും ബുദ്ധമതവും കടന്നു വന്നു. അതിൻ്റെ കാതലായ ആശയം അഹിംസയാണ്. ഈ അഹിംസ നമ്മൾ എല്ലാ വിധത്തിലൂടെയും ഇങ്ങ് സ്വീകരിച്ചു. അത് വലിയ കുഴപ്പമുണ്ടാക്കി. മാംസാഹാരം പാടെ വർജിച്ചു. വനവാസികൾ ഒഴിച്ച് മറ്റ് എല്ലാ ജനങ്ങളും ഇതിൽ നിന്ന് വിട്ടുനിന്നു. ഒരു 4 തലമുറ കഴിഞ്ഞപ്പോഴേക്ക് മനുഷ്യൻ്റെ വലിപ്പം വളരെ കുറഞ്ഞു. വണ്ണവും കുറഞ്ഞു, നീളവും കുറഞ്ഞു. നാഡീ സിസ്റ്റം വേണ്ടത്ര പ്രവർത്തനക്ഷമത ഇല്ലാതായി. അപ്പം ബുദ്ധിക്ക് പ്രവർത്തനക്ഷമത കുറഞ്ഞു. തൻ്റെ ഇടമില്ലാതെ വന്നു. സ്വതവേ ആൾ വലിപ്പം കുറഞ്ഞു തോന്നുമ്പോൾ തന്നെ ഒരു അപകർഷതാബോധം അവൻ്റെ മനസ്സിൽ രൂപം കൊള്ളും. എന്നിട്ടും വിട്ടില്ല, മുറുകെ പിടിച്ചു അഹിംസയെ. അതായത് വനത്തിൽ വസിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷേ അവരെ അടുപ്പിക്കുകയില്ല നാട്ടിലേക്ക്. അതൊരു വലിയ തോൽവിയാണ് സംഭവിച്ചത്, വലിയ തോൽവി. ഇതിൽ കൂടുതലൊന്നും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു കാലത്തും ഒരു തോൽവി ഉണ്ടായിട്ടില്ല. പുറത്തുനിന്നും വന്നവർ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾ ഇവിടെ നടപ്പാക്കി. പിടിക്കൊണ്ട് വസ്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്തു, സ്ഥലങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു, കൊല്ലേണ്ടവരെയൊക്കെ കൊന്നു, അതിക്രമങ്ങളെല്ലാം കാണിച്ചു, എല്ലാ വശത്തോടെയും കാണിച്ചു, നിന്നു കൊടുത്തു, പെടൽ നീട്ടിക്കൊടുക്കും വാള് വീശുമ്പോൾ. ഭീരുത്വമാണ് അതിന് കാരണം. മനസ്സുകൊണ്ടും ഭീരുവായി, ശാരീരികമായി വലിപ്പവും കുറഞ്ഞു. ഇന്നും സസ്യാഹാരത്തിന് മഹത്വം വാഴ്ത്തി നടക്കുകയാണ് കുറേ ആൾക്കാർ. ഈ സസ്യാഹാരവും കഴിച്ചുകൊണ്ടിരുന്നാൽ ആൾ വലിപ്പം കുറയും, അത് ഉറപ്പാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ലിത്. ഇത് ഞാൻ വായിച്ച് പഠിച്ച കാര്യങ്ങളാണ്, കണ്ടെത്തിയ കാര്യങ്ങളാണ്, ലോകം മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലാണ്. 4 തലമുറ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിച്ചില്ലെങ്കിൽ ആളിൻ്റെ വലിപ്പം കുറയും, തലമുറകളുടെ വലിപ്പം കുറയും. കുറഞ്ഞു വന്നു. ഇപ്പം ഇന്ത്യൻ ജനത ശരാശരി ഒരു 4.25 അടിയേ പൊക്കമേ അതിനുള്ള വണ്ണമേ ഉള്ളൂ. അതിനു മുൻപ് അതല്ലായിരുന്നു സ്ഥിതി. അവർ നന്നായിട്ട് മാംസാഹാരവും കഴിക്കും, സസ്യാഹാരവും കഴിക്കും. ശ്രീരാമൻ ഇറച്ചി ധാരാളം കഴിച്ചതായിട്ട് പലയിടത്തും പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. ഇത് നമുക്കും വേണ്ടി മാത്രം ഇത് പറഞ്ഞ് അങ്ങ് പരത്തി നാട്ടിൽ മുഴുവൻ അങ്ങ് ആ രീതിയിലേക്ക് അങ്ങ് മാറി. നാട്ടിൻപുറം മുഴുവൻ ഇന്ത്യൻ ജനത ഭീരുക്കളായിട്ട് മാറി. ആര് വന്നാലും ഒരു വിഷമവുമില്ല. നളന്ദ സർവകലാശാലയിലൊക്കെ മുട്ടിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു 312 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 10,000 പേരുണ്ട് അവിടെ, വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ട്. ഒരു വാള് പോലും അവിടെ സൂക്ഷിച്ചില്ല. അശോകനാണിത് ഇതുപോലെ ബലം പ്രയോഗിച്ച് മനുഷ്യരിൽ ഈ അഹിംസ ചെലുത്തിയത്. ഒരനുഭവം അങ്ങേർക്കുണ്ടായി, ശരിയാ. എന്നിട്ട് ആ അനുഭവം അതുപോലെയാണോ? പുറത്തു നിന്നൊന്നും ഒരു ആക്രമണം വരികയില്ലെന്ന് വിശ്വസിച്ചോ? എങ്കിൽ അയാൾ ബുദ്ധിമാനല്ലെന്ന് പറയേണ്ടി വരും. ഈ രീതിയിൽ ജനതയെ മുഴുവൻ നശിപ്പിച്ച് അന്യൻ്റെ 1000 കൊല്ലം കിടന്ന് നരകിച്ച് ഇപ്പോഴും സസ്യാഹാരത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കുക. സസ്യാഹാരം കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം, നാഡീ സിസ്റ്റമാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. ബോഡിയുടെ നാഡീ സിസ്റ്റത്തിൻ്റെ ഹെഡാണ് തലയിലാണ്. ബാക്കി നാട്ടിൽ വഴി എല്ലായിടത്തോടും ശരീരത്തിലേക്ക് പരന്നു കിടക്കുന്നത് കംപ്ലീറ്റ് നാഡീ സിസ്റ്റം. അത് മുഴുവൻ പ്രവർത്തനക്ഷമമാണെങ്കിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ലഭിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മാംസത്തിൽ കിട്ടും. എന്നാൽ സസ്യത്തിൽ ഇത് കിട്ടുകയില്ല. സസ്യത്തിൽ അത്രയും ഒത്തിരി ബുദ്ധിയുടെ പ്രവർത്തനത്തിൽ തന്നെ ഒത്തിരി വേണം. മിനറൽസും പ്രോട്ടീനും ഒക്കെ, കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ വേണം.
കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും, പഞ്ചസാരയോ അരിയോ ഗോതമ്പോ ഒക്കെ. അതുകൊണ്ട് ശരീരം നിർമ്മാണം നടക്കുകയില്ല, നാഡീ സിസ്റ്റം സജീവമാകുകയില്ല. വെറുതെ ഇരുന്ന് മേശക്കലിരുന്ന് വായിച്ചിരുന്ന് പൂജ നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക്, മന്ത്രം ജപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ വേണ്ട. കാരണം അവരൊന്നും ചെയ്യുന്നില്ല, ഇരിക്കുന്നേ ഉള്ളൂ. അവർക്ക് പ്രോട്ടീൻ ഒത്തിരി ഒന്നും വേണ്ട. സസ്യാഹാരത്തിൽ നിന്ന് കുറച്ചെറിയ അളവിൽ കിട്ടും, അത് മതി. അല്ലാത്ത രംഗത്ത്, പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് കൃഷി, വ്യവസായം, പട്ടാളം, ഇതെല്ലാം ഉള്ള കാര്യങ്ങൾ, പോലീസ്, ഇതിലെല്ലാം നല്ല പ്രോട്ടീൻ വേണം. ഇത് നമ്മൾക്ക് തെറ്റുപറ്റി, വലിയൊരു തെറ്റാണ് പറ്റിയ ഇന്ത്യൻ ജനതയ്ക്ക്. ഇനി ആ കാര്യം പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിക്കില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ സസ്യാഹാരവാദികളോട്. വിദേശത്തുണ്ട്, ഒക്കെ ഉണ്ട് സസ്യാഹാരം നല്ലതാണെന്ന് പറയുന്നവർ. അവർ വെറുതെ ഇരിക്കുന്ന പുസ്തകം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നവരാ, അല്ലാതെ ശരിയായ അധ്യാപനമോ അതുപോലെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവരാ. ഇവിടെ നന്നായിട്ട് ശരീരം കൈയും കാലും അനക്കി പണിയുന്നവന്, ബുദ്ധി ധാരാളം ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നവന് ഈ സസ്യാഹാരം പോരാ. ഒരു സസ്യാഹാരം രാവിലത്തെ ആഹാരം കഴിച്ചാൽ അവൻ്റെ ഉച്ചക്കത്തെ ആഹാരത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം എന്തുമായിരിക്കും വിഭവങ്ങൾ, അത് എങ്ങനെ കിട്ടുമോ, എപ്പോൾ കിട്ടുമോ, അത് ഇനിയുണ്ടല്ലോ, ഇനിയും ഒരു 4 മണിക്കൂർ നോക്കിയിരിക്കണോ എന്നൊക്കെ ചിന്തിക്കും. ഇത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സിലാവും നമുക്ക്. എന്താ കാര്യം എന്നറിയാമോ? ആവശ്യത്തിന് മിനറൽസോ പ്രോട്ടീനോ ശരീരത്തിൽ എത്തിയിട്ടില്ല, അത്രയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രാവിലെ. ഉച്ചയ്ക്കും അത് തന്നെ. ഈ തുടർച്ചയായിട്ട് വരുമ്പം ഈ ഭക്ഷണത്തെക്കുറിച്ച് മാത്രം മനുഷ്യൻ ചിന്തിക്കും കൂടുതൽ സമയം. അവന് ഒരു കണ്ടുപിടുത്തം നടത്താൻ, ഏതെങ്കിലും ഒരു ശാസ്ത്ര പരീക്ഷണം നടത്താനും ഒക്കെയുള്ള കഴിവ് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനത കുറച്ച് പുറകോട്ട് പോയത്, അന്യൻ്റെ കീഴിലാണ് പോയത്. ഇത്രയും അന്യൻ്റെ കീഴിൽ കിടന്ന് നരകിച്ച ജനം ലോകത്തിലില്ല. എന്നിട്ട് ഈ പ്രോട്ടീനിൻ്റെ ഇതിൻ്റെ ലഭ്യതയെക്കുറിച്ച് മനുഷ്യർ വാചാലനാകുന്നു. അതെന്ത് വിചാരിച്ചാൽ ഈ നാടിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരല്ലേ ഈ സസ്യാഹാരത്തിൻ്റെ മഹത്വം പറഞ്ഞ് നടക്കുന്നത്. ഇരുന്ന് എഴുതുന്നവനോ മന്ത്രം ജപിക്കുന്നവനോ പൂജ നടത്തുന്നവനോ ഈ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. അത് ഈ സസ്യത്തിൽ കിട്ടുന്ന ചെറിയ അളവിലുള്ളതായാലും മതി. തൂമ്പ എടുത്ത് കളയ്ക്കുന്നവന്, സ്പോർട്സിലും ഗെയിംസിലുമൊക്കെ പങ്കുചേരുന്നവന്, മടക്കുകളിൽ തണുപ്പിലുമൊക്കെ അലഞ്ഞ് നടന്ന് കിടന്ന് ജലാശയത്തിലും കിടക്കുന്ന പട്ടാളക്കാർക്ക് സസ്യാഹാരം പോരാ. അത് നമ്മുടെ സർക്കാർ തലത്തിലെങ്കിലും അത് നടപ്പാക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എത്തിക്കുന്നുണ്ട് കൃത്യമായിട്ട് പട്ടാളക്കാർക്ക്. നമുക്കിവിടെ ജനതയ്ക്ക് വേണം. ഇവിടെ തൻ്റെ ഇടം കുറയുന്നതിന് കാര്യം, എല്ലാ കാര്യങ്ങളും ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാതിരിക്കുന്നതിന് കാരണം, മറ്റൊരാൾക്ക് അടിമപ്പെടാനുള്ള മനസ്സിൻ്റെ കാര്യം, ഇതെല്ലാം പ്രോട്ടീൻ്റെ കുറവും മിനറൽസിൻ്റെ കുറവുമാണ്. സസ്യാഹാരം വളരെ പുഷ്ടമായിട്ട് എല്ലാം കണക്ക് കൂട്ടി കൃത്യമായിട്ട് സസ്യാഹാരം കഴിക്കണമെങ്കിൽ ഇപ്പം മാംസ്യാഹാരം കഴിക്കാൻ ചിലവാക്കുന്ന പണത്തിൻ്റെ 2 ഇരട്ടി വേണം, എങ്കിലേ അത്രയും സസ്യാഹാരം കഴിക്കാൻ പറ്റൂ. ഇവിടുത്തെ സാധാരണ ഇന്ത്യൻ ജനതയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവർ 8% ഉണ്ട്. അതുകൊണ്ട് അത് വേണ്ട. കിട്ടുന്നത് ചീഞ്ഞതൊന്നും ആവാതെ പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുമോ, പ്രോട്ടീനാണ് മനുഷ്യന് ആവശ്യം. ബുദ്ധിയുടെ വികസനത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും തൻ്റെ ഇടം വരാനും പേടി തൊട്ടരാകാതിരിക്കാനും ഭീരുവാകാതിരിക്കാനും വേണ്ടത്. ഗാന്ധി പോലും ഈ ഇന്ത്യൻ ജനതയുടെ ഭീരുത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹിത്യ വിഭാഗത്തിൽ അത് എല്ലായിടത്തും നിന്ന് വായിക്കാൻ അറിയാം. ഞാനെങ്ങോ വായിച്ചത്, എവിടെയാണ് ഞാൻ ഓർക്കുന്നില്ല ഏത് ബുക്കിലാണെന്ന്. അത് നിശ്ചയമായിട്ടുണ്ടത്. ആ ഇന്ത്യൻ ജനതയുടെ ഭീരുത്വത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് ഞാൻ ആ വിഷയം അധികം സംസാരിക്കുന്നില്ല. അത് ആവശ്യമുള്ളവർ അത് കണ്ടുപിടിച്ച് വായിച്ച് നോക്കുക, പ്രയോജനമുള്ളതാണ്. ഓക്കെ നിർത്തുക ഇപ്പോൾ.